ഹായ് ഗായ്സ്, അപ്പം ഞാനിന്നൊരു അടിപൊളി റിബണിൻ്റെ കീ ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് റിബണൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഇതില്ലേ, അത് വേണം. അതിന് ശേഷം ഞാനൊരു പീസ് ഓഫ് A4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് റിബണൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. റിബൺ വരച്ചെടുക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഞാനത് കളർ ചെയ്തെടുത്തിട്ട് അത് മടക്കി അതിൻ്റെ മുകളിൽ അതിന് മുൻപ് ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും, ഞാൻ കാണിച്ചില്ല. ഞാൻ വീഡിയോ ആണോയെന്നും പറഞ്ഞ് ചെയ്ത്, പക്ഷേ വീഡിയോ ഓണല്ലായിരുന്നു ഗൈസ്, അതാണ് എനിക്ക് വന്ന മിസ്റ്റേക്ക്. അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാർഡ്ബോർഡ് നല്ല കട്ടിയുള്ള എന്താണെങ്കിലും കുഴപ്പമില്ല, ബുക്കിൻ്റെ കവറില്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ട് ഞാൻ പണ്ട് എവിടെയോ കിടന്ന് കാർഡ്ബോർഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചൊന്നും കാണിച്ചില്ല. ഞാൻ പിന്നെ ഇത് ഓണാന്നും പറഞ്ഞ് ചെയ്ത്, അതുകൊണ്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചൊന്നും കാണാൻ പറ്റിയില്ല നിങ്ങൾക്ക്. എന്ത് ചെയ്യാനാടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അത് കഴിഞ്ഞ് മറ്റേ നമുക്ക് കീ ചെയിനുള്ള സാധനമില്ലേ, അതൊന്ന് വലുതാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സേഫ്റ്റി പിന്ന് വെച്ച് നല്ലോണം എന്ന് വെച്ചാൽ തുള ഉണ്ടാക്കലുണ്ടേ, അത് എന്നാലല്ലേ അതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ അത് തുള ഉണ്ടാക്കിയിട്ടുണ്ട്. തുള ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് കയറ്റുക. പിന്നെ അതിൻ്റെ കുറച്ച് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ ലാസ്റ്റ്, അത് എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഒരു കാര്യം പറയാം, നീനു ഷാജിനെ അറിയാലോ, മറ്റേ നീനു ഷാജി കളി അറിയില്ലേ, അതിൽ നീനു ഷാജിയുടെ ഓർഗനൈസർ ഞാൻ നീനു ഷാജിനെ ഇൻസ്പയർഡ് ആയാണ് ചെയ്തത്. അപ്പം ഞാൻ നീനു ഷാജിനെ ഇൻസ്പയർഡ് ആയതുകൊണ്ട് ഞാൻ സ്റ്റോറി ഇട്ട്. നീനു ഷാജി അത് കണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെടാ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ നീനു ഷാജി എനിക്ക് മെസ്സേജ് ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച്. പിന്നെ നീനു ഷാജി അത് സ്വന്തം സ്റ്റോറിയാക്കി. അപ്പോൾ ഒന്നൊരു ഒരു രോമാഞ്ചമില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. അത്രയ്ക്ക് രോമാഞ്ചമായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ മിനിയാന്നാണ് നടന്നത്, നിങ്ങളോട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ബൈ.